നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമാരനാശാൻ ചരമ ശതാബ്ദി വാർഷിക അനുസ്മരണ പരിപാടി മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. കവിയും ചലച്ചിത്ര സംവിധായകനുമായ വിനോദ് കൈതാരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുമാരനാശാൻ ചരമശതാബ്ദി അനുസ്മരണ പരിപാടി കവിയും ചലച്ചിത്ര സംവിധായകനുമായ വിനോദ് കൈതാരം ഉദ്ഘാടനം ചെയ്തു. 1924 ജനുവരി 16 റെഡീമർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരണമടഞ്ഞു. പക്ഷേ അദ്ദേഹം മരണമടയുമ്പോൾ കേരളത്തിന് മറക്കാനാകാത്ത, ഇന്നത്തെ കേരളമാക്കുന്നതിന് വേണ്ടി ഒരു വലിയ കലാവിഭവം നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം ഈ നാടിനോട് യാത്ര പറഞ്ഞത്. 1924 മെയ് മാസത്തിൽ കഥാപ്രസംഗം അരങ്ങേറുമ്പോൾ ആ കഥാപ്രസംഗത്തിന് വേണ്ടി അന്ന് വേദിയൊരുക്കിയത് ഈ ജാതീയത നിലനിൽക്കുന്ന, ഈ ഐത്താചാരം നിലനിൽക്കുന്ന, ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്ന പാലിയത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ തൊട്ടുപുറകുവശത്തുള്ള വടക്കുംപുറം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെ കേളപ്പനാശാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ കേളപ്പനാശാൻ ആണ് ഇതിനു വേണ്ടി വേദിയൊരുക്കിയത്. ആ കഥാപ്രസംഗത്തിൽ ആകർഷകരായി കേരളത്തിൽ അങ്ങോളം കാത്തിരുന്നാലുണ്ടായി. കേരളത്തിലെ കഥാപ്രസംഗങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ അംബാസഡർമാരാണെന്ന് ഞാൻ പറയും. കാരണം കടാമംഗലം സദാനന്ദൻ 1944 കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു. ആദ്യത്തെ കഥ ചണ്ടാലപക്ഷി. ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി കുമാരനാശാൻ നടത്തിയ പോരാട്ടം കേരള നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയമായ നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ BR രാജേഷ് കുമാരനാശാൻ ചരമശതാബ്ദി അനുസ്മരണ പ്രഭാഷണം നടത്തി. കരുണ എന്ന് പറയുന്ന കൃതി ഈ പറയുന്ന പോലെ ആശാൻ പെൻസിൽ കൊണ്ട് എഴുതി അവസാന യാത്രയിൽ 1924 നമ്മൾ 16 ജനുവരി 16 എന്ന് പറയുമ്പോൾ 15-ാം തീയതി രാത്രിയാണ് ആ യാത്ര. ആ യാത്രയിൽ ബോട്ട് മുങ്ങുമ്പോൾ ആശാൻ ഇത് പാടിക്കൊണ്ടിരുന്നതിന് ശേഷം ഉറങ്ങി. അവിടെ അതിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് മുറജപം കഴിഞ്ഞു വന്ന നമ്പൂതിരിമാരായിരുന്നു. അവർക്ക് മുന്നിൽ ഈ കരുണ പാടിയതിന് ശേഷം കോട്ടിൽ ഈ നോട്ട് ബുക്കൊക്കെ ഇട്ട് ആശാൻ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ ബോട്ട് അപകടം പല്ലനയാറ്റിൽ ഉണ്ടാകുന്നത്. ഈ ചെളിയിൽ നിന്നാണ് ഈ നോട്ട് പുസ്തകം കണ്ടെടുക്കുന്നത്. പെൻസിൽ കൊണ്ട് എഴുതിയിരുന്നത് കൊണ്ടാണ് ഇത് നഷ്ടപ്പെടാതെ ഈ കൃതി, കരുണ എന്ന് പറയുന്ന കൃതി നമുക്ക് കിട്ടുന്നത്. അത് ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ് ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓതറിന്റെ മറന്നുപോയി, ഒരു ഇംഗ്ലീഷ് പോയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ഈ കൃതി കരുണ എഴുതിയിട്ടുള്ളത്. നന്മ സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് MC ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നന്മ സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി G അരുൺകുമാർ, ജില്ലാ കൺവീനർ സതീഷ് കുമാർ TS, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം PA രാജീവ്, ജില്ലാ പ്രസിഡന്റ് MA അനൂപ്, നന്മ സാംസ്കാരിക വേദി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK ശ്രീജേഷ്, NK സതീഷ്, മേഖലാ സെക്രട്ടറി അനൂപ് കുമാർ MS എന്നിവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.